എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി അതിനകത്തുണ്ട്. ഓക്കെ. ഓക്കെ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അറിവ് പരിമിതമാണ്. അത് ഏറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഈ വിശാഖപട്ടണത്തു നിന്നാണ് ഈ ഇറാൻ്റെ ഈ ആരിസ് ഡേന എന്ന് പറയുന്ന കപ്പൽ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ആ മേഖലയിൽ ഈ ചൈനയുടെ ഈ വാർപ്ലെയിൻ അല്ലെങ്കിൽ അവരുടെ ഒരു കണ്ണ് അല്ലെങ്കിൽ അവരുടെ ചാരക്കണ്ണുകൾ ശക്തമായതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ശ്രീലങ്കൻ തീരത്തിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ ഈ ഒരു അമേരിക്ക ഒരു അറ്റാക്ക് നടത്തിയത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ആ ഭാഗത്ത് വെച്ച് അറ്റാക്ക് നടത്താമായിരുന്നു എന്നൊരു ചില വാദം ഉന്നയിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാണ്? അത് കറക്റ്റ് ആണ്. നോക്കൂ, അമേരിക്കയെ സംബന്ധിച്ചോളം ഇപ്പം നോക്കിയാൽ ഭാരതം സംബന്ധിച്ചോളം ഭാരതത്തിന് ആ കാപ്പബിലിറ്റി ഉണ്ട്. ബേസിക്കലി സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഓരോ മൂവ്മെന്റ്സ്, ഏത് ഷിപ്പ് എവിടുന്ന് പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ US-ന് അറിയാൻ സാധിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. അതായത് ഓരോ ഷിപ്പിന്റെ ഐഡന്റിഫിക്കേഷൻ വെച്ച് ഏത് ഷിപ്പാണ്, ഏത് രാജ്യത്താണ്, ഏത് ടൈപ്പ് ആണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് അവരുടെ ഇന്റലിജൻസ് ആണ്. അത് സാറ്റലൈറ്റ് ഉപയോഗിച്ചാലും ശരി, മറ്റ് സർവലൻസ് അസെറ്റ്സ് ഉപയോഗിച്ചാലും ശരി, അത് അവരുടെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ബേ ഓഫ് ബംഗാളിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാതെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് വന്ന് ശ്രീലങ്ക ക്രോസ് ചെയ്ത് ഇനിയിപ്പം നമ്മൾ കേട്ട റിപ്പോർട്ട് ഇത് ക്രോസ് ചെയ്ത് ചിലപ്പം കൊച്ചിയിൽ വന്നിട്ട് അവര് അവിടെ റീഫില്ലിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തേക്കാം എന്നുള്ളത്. അപ്പൊ അതിന് മുൻപായിട്ട് അവർ ഇത് ഇവിടെ വെച്ച് ചെയ്ത് അവരുടെ കൃത്യമായിട്ട് ഇന്റലിജൻസ് ആണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം, ഇന്ന് ഭാരതത്തിനും അതുണ്ട്. അപ്പൊ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സബ്മറീൻസും ഇതേപോലെ തന്നെ പല സ്ഥലത്തും ഉണ്ട്. അത് ആർക്കും അറിയത്തില്ല. ചിലപ്പം നമ്മുടെ സബ്മറീൻസ് ഇതേ അറേബ്യൻ സീന്റെ അപ്പുറത്ത് ഇറാന്റെ തൊട്ട് അടുത്തായിരിക്കും, ചിലപ്പോൾ ചൈനയുടെ അടുത്തായിരിക്കും, ചിലപ്പോൾ അമേരിക്കയുടെ അടുത്തായിരിക്കും. അതാണ് ഈ സബ്മറീന്റെ ഒരു കാപ്പബിലിറ്റി. അത് നമുക്ക് ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള സബ്മറീൻസ് നമ്മളിലും ഉണ്ട്. അതാണ് അതിന്റെ ഒരു ഇന്ത്യക്കും ഇന്ന് ആ ഒരു കാപ്പബിലിറ്റി ഉണ്ട് എന്നും കൂടി ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം. തീർച്ചയായും വളരെ നന്ദി ശ്രീ കേണൽ ഡെന്നി സാർ. അത് വളരെ കൃത്യമായിട്ടും ആ ഒരു സാഹചര്യം, അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളുടെ ആ ഒരു മുന ഒടിക്കുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഷെക്കേന ന്യൂസിനോട് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവച്ചത് വളരെ നന്ദി സാർ. താങ്ക് യു. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശദീകരണത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. മറ്റൊന്നും ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ല. കാരണം അദ്ദേഹം പറഞ്ഞതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു ആവശ്യമില്ലാതെ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തെ കുറ്റം പറയുന്ന ആ ഒരു കാര്യം, അതിൻ്റെ ഒരു വിമർശനങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ടും വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു തലക്കെട്ടുകൾ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അതിനുശേഷം മറ്റ് പല പ്രധാന വാർത്തകളിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട്. പ്രധാന തലക്കെട്ടുകൾ. പ്രധാനപ്പെട്ട വാർത്തകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാം. കാരണം ഈ ഒരു നിമിഷത്തിൽ ശക്തമായിട്ടുള്ള നിരവധി വാർത്തകൾ വിവിധ മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ജനറേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്, ഉച്ച സമയമാണ്, 1 മണി സമയമാണ്. യുദ്ധഭൂമിയിൽ നിന്നും മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നും നിരവധി വാർത്തകൾ നമ്മെ കാത്തിരിക്കുന്നു എന്നൊരു കാര്യം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയാനുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് അപ്ഡേഷൻസ് ഒന്നും നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നൽകാനില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നമുക്ക് നൽകാനുള്ളത് സൗത്ത് കൊറിയ, നമ്മൾ യുദ്ധത്തിൻ്റെ ഒരു 3-ാം ദിനത്തിൽ നമ്മൾ ആരംഭിച്ച ഒരു 3-4 ദിനത്തിൽ നമ്മൾ പങ്കുവെച്ചൊരു വാർത്ത തന്നെ